ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ടച്ച് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി രാഗി ഇഡ്ഡലി റെസിപ്പിയുമായാണ്. അപ്പോൾ ഇതൊരു ഹെൽത്തി ഫുഡാണ്. ഷുഗറുള്ളവരൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ ഒരു ഗ്ലാസ് രാഗി എടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, അതേ രീതിയിൽ ഒരു 5-10 ഗ്രാം ഉലുവ. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതെല്ലാം നമുക്ക് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ രാഗി എത്ര ക്ലീൻ ആക്കിയാലും കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതിൻ്റെ ആ വക്കോലിൻ്റെ ഒക്കെ ഉണ്ടാവും. അത് നല്ല രീതിയിൽ നമ്മൾ കഴുകി, ഇപ്പോൾ ഞാനൊരു 5 പ്രാവശ്യം കഴുകി ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ച് അരച്ച് കഴിഞ്ഞാൽ അതും ഒരു 6 മണിക്കൂർ നമ്മൾ എടുത്ത് വെക്കണം. അരച്ചിട്ട് ഒരു 6 മണിക്കൂർ എടുത്ത് വെച്ചാൽ നാച്ചുറലായിട്ട് അത് പെർമെൻറ്റേഷൻ ആവും. അത് കണ്ടോ, ഈ രീതിയിൽ പെർമെൻറ്റേഷൻ ആവും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണാം അത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് വളരെ ഹെൽത്തി ഫുഡാണ്. ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും എല്ലാവർക്കും ഒരേ സമയം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഇത് ആവി കയറ്റാനുള്ള പരിപാടി. സ്റ്റവ് ഓണാക്കി നമ്മൾ ഇഡ്ഡലി ചെമ്പ് കയറ്റാം, നോർമൽ. ഇനി ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതേ പ്രൊസീജിയർ. ഓക്കെ, സോ ഇഡ്ഡലി തട്ട് വെച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഇനി നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ച ഇഡ്ഡലി മാവ് ഇനി ഇഡ്ഡലി പാത്രത്തേക്ക് ഒഴിക്കാം. ഓക്കെ, ഓൾറെഡി വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി എൻ്റെ വീട്ടിലുള്ള പാത്രം 2 സ്റ്റെപ്പാണ്. അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ ഇഡ്ഡലി ഒഴിച്ച് കൊടുത്ത് ഒരു 10-12 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ സ്വാദിഷ്ടമായ രാഗി ഇഡ്ഡലി റെഡിയാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇഡ്ഡലി റെഡിയാവും. കണ്ടോ, ആവി പറക്കുന്ന ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രാഗി ഇഡ്ഡലി റെഡിയാണ്. ഇത് നിങ്ങൾക്ക് സാമ്പാറിൻ്റെ കൂടെയോ തക്കാളി ചട്നി, ഞങ്ങളിവിടെ സ്പെഷ്യൽ തക്കാളി ചട്നി ഉണ്ടാക്കും. അത് ഞാൻ ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി, രാഗി ഇഡ്ഡലി റെഡിയാണ്. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലത്തെ. എൻ്റെ മമ്മിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മിക്കവാറും ആഴ്ചയിൽ 2-3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ രാഗി ഇഡ്ഡലി ആയിരിക്കും. ഓക്കെ, ഇതാണ് തക്കാളി ചട്നി. ഇത് സീക്രട്ട് ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.